കർത്താൽ പ്രിയ മക്കളെ, നമ്മൾ ഇസ്രായേൽ ജനങ്ങളെ കനാൻ ദേശത്തിലേക്ക് നടത്തി വരാൻ മോശയോട് കർത്താവ് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ വളരെ സന്തോഷത്തോടാണ് പുറപ്പെട്ടത്. കാരണം എന്തെന്ന് വെച്ചാൽ തങ്ങൾ കനാൻ ദേശത്തേക്ക് പോകുന്ന സന്തോഷത്തോടെ ഇറങ്ങിയെങ്കിലും അവർ മരുഭൂമിയിലുള്ള കഷ്ടതകൾ നിമിത്തം മുറുമുറുത്ത് പാപം ചെയ്തവരെല്ലാവരും വഴിയിൽ പട്ടുപോയതായി നമുക്ക് ബൈബിൾ കാണുവാൻ സാധിക്കുന്നവരാരും കാനാൻ ദേശത്തിൽ ചെന്നെത്തിയില്ല. അതേപോലെ തന്നെ അബ്രഹാമിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, അബ്രഹാമേ, നീ ഇറങ്ങി ജനങ്ങളെ വിട്ട്, നിൻ്റെ സ്വന്തം ജനത്തെ വിട്ട് ഇറങ്ങി നിനക്ക് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക എന്ന് പറഞ്ഞു. അബ്രഹാമും തൻ്റെ സഹോദരൻ്റെ മകനായ ലോത്തെയും കൂട്ടി സന്തോഷത്തോടെ യാത്ര ചെയ്തു. പക്ഷേ പോകുന്ന വഴി പല കഷ്ടപ്പാടുകളുടെ മധ്യയിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലോകത്തിൻ്റെ ഇൻപവും പണമോഹവും കൊണ്ട് ലോത്തിൻ്റെ ഭാര്യ വഴിയിൽ വെച്ച് തന്നെ ഉപ്പുതൂണായി പട്ടുപോയത് നമുക്കറിയുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതുമ്പോൾ 2 പത്രോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ എന്ന് പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആ ഒരു ദീർഘക്ഷമയെ നാം ഉത്സാഹത്തോടെ നാം കാത്തിരിക്കണം എന്ന് വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം വരുന്ന ചില ഈ ലോത്തിൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ വന്നതുപോലെ ചില പണ ആശകൾ, അല്ലെങ്കിൽ ചില പാവങ്ങൾ, ചില മുറുമുറുപ്പുകൾ നമ്മുടെ ആ ഒരു കനാൻ ദേശത്തിലേക്ക് പോകുന്ന യാത്ര മധ്യേ നമ്മെ പട്ടുപോകുന്നവരായി, അല്ലെങ്കിൽ ആ ഒരു സ്വർഗഭാഗ്യം കിട്ടാതെ നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പല മോഹങ്ങളെയും പൈശാചികൻ നമുക്ക് കൊണ്ടുവരും. പക്ഷേ നാം ജാഗ്രത ഉള്ളവരായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നാം സന്തോഷത്തോടെ കാത്തിരിക്കണമെന്ന് ദൈവവചനം പറയുന്നു. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കൾ, നാം ഈ ലോകത്തെയും അതിൻ്റെ മോഹത്തെയും വെറുത്ത് കർത്താവിൻ്റെ വരവിലേക്ക് വേണ്ടി കാത്തിരിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങൾ നിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാൽ കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ ഈ ഒരു പണമോഹമോ അല്ലെങ്കിൽ ഈ ലോകപ്രകമായിട്ടുള്ള കാര്യത്തിൽ നാം മോഹം പ്രാപിച്ച് കർത്താവ് അതിൽ വിഴുന്നുപോയി ദൈവതേജസ്സും ഞങ്ങളുടെ ഇഷ്ടവും ചെയ്യാതെ കർത്താവ് ഞങ്ങളെ തന്നെ വഞ്ചിച്ച് ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ ഞങ്ങൾ പട്ടുപോകാതിരിപ്പാൻ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾ വഴിയിൽ പട്ടുപോയതുപോലെ ഞങ്ങൾ പട്ടുപോകാതിരിപ്പാൻ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിൽ വരുന്നത് വരെയും ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.